നമസ്കാരം. എന്റെ പേര് മനീഷ എന്നാണ്. RCM ന്യൂട്രിചാർജിനെ പ്രതിനിധീകരിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ആരോഗ്യ സംരക്ഷണം, സാമ്പത്തിക സ്വാശ്രയത്വം, വനിതാ ശാക്തീകരണം എന്നീ ലക്ഷ്യങ്ങൾക്കായി പ്രവർത്തിക്കുന്ന ചുരുക്കം ചില കമ്പനികളിൽ ഒന്നാണ് ഞങ്ങളുടെ കമ്പനി. നിങ്ങൾക്കറിയാമോ, ഞങ്ങൾ സ്ത്രീകൾക്ക് ഒരു മഹാശക്തിയുണ്ടെന്ന്? സൂപ്പർ പവർ. അതെ, പീരിയഡ്സിന്റെ, ആർത്തവത്തിന്റെ മഹാശക്തി. നമുക്ക് പീരിയഡ്സ് ഉള്ളതിനാൽ, ആർത്തവമുള്ളതിനാൽ നമ്മുടെ ചർമ്മം മനോഹരമാണ്, നമ്മുടെ മുടി നല്ലതാണ്, നമ്മൾ ആരോഗ്യമുള്ളവരാണ്, നമ്മുടെ ഹൃദയം സുരക്ഷിതമാണ്, നമ്മുടെ അസ്ഥികൾ ശക്തമാണ്. എല്ലാറ്റിനുമുപരിയായി അമ്മയാകാനുള്ള ശക്തി നമ്മുടെ ഉള്ളിൽ ഉണ്ടെന്നുള്ളതാണ്. ആർത്തവം ഒരുപക്ഷെ ഉണ്ടായില്ലെങ്കിൽ നമ്മുടെ ചർമ്മം വരണ്ടുപോകാനും ചർമ്മത്തിൽ രോമങ്ങൾ വളരാനും തുടങ്ങും. നമ്മുടെ ഭാരം വർദ്ധിക്കും, നമ്മുടെ ഹൃദയം അത്ര സുരക്ഷിതമായിരിക്കില്ല, അസ്ഥികൾ ദുർബലമാകാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ ആർത്തവത്തിന്റെ ഈ മഹാശക്തിയെ നമ്മളൊരു മഹാശക്തിയായി തന്നെ നിലനിർത്തണം. നമ്മളിൽ മിക്ക സ്ത്രീകൾക്കും കൗമാരക്കാരായ പെൺകുട്ടികൾക്കും ഈ ആർത്തവം ഒരു വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. ആർത്തവ സമയത്ത് ചിലപ്പോൾ രക്തസ്രാവം കുറവായിരിക്കും, ചിലപ്പോൾ കൂടുതൽ രക്തസ്രാവം ഉണ്ടാവാം. അതിനു മുൻപുള്ള പ്രശ്നങ്ങൾ, അതോടൊപ്പം വരുന്ന വയറുവേദന, മലബന്ധം, ഇതിനെല്ലാം ഒരു പ്രധാന കാരണമുണ്ട്: നമ്മുടെ ശരീരത്തിലെ, നമ്മുടെ രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ കുറവ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഹീമോഗ്ലോബിന്റെ അളവ് പരിശോധിച്ചിട്ടുണ്ടോ? ഇന്ന് നമുക്ക് ചെയ്തു നോക്കാം. ആരാണോ നിങ്ങൾക്ക് ഈ വീഡിയോ അയച്ചു തന്നത് അവരോട് വന്ന് നിങ്ങളുടെ ഹീമോഗ്ലോബിന്റെ അളവ് കണക്കാക്കാൻ ആവശ്യപ്പെടുക. അവർ നിങ്ങളുടെ അരികിൽ ഈ ഹീമോഗ്ലോബിൻ എസ്റ്റിമേഷൻ ബുക്ക്ലെറ്റുമായി വരികയും നിങ്ങളുടെ ഇത്തരത്തിൽ കണ്ണുകൾ നോക്കി, നിങ്ങളുടെ നാവ് പരിശോധിച്ച്, നിങ്ങളുടെ നഖങ്ങൾ നോക്കി, നിങ്ങളുടെ കൈകൾ നോക്കി അവർ നിങ്ങളോട് പറയും നിങ്ങളുടെ ഹീമോഗ്ലോബിൻ അളവ് അസാധാരണമാണോ അതോ സാധാരണ നിലയിലാണോ എന്ന്. നിങ്ങളുടെ ഹീമോഗ്ലോബിന്റെ അളവ് സാധാരണ നിലയിലാണെങ്കിൽ അത് സാധാരണ നിലയിൽ തന്നെ നിലനിർത്തണം. ഇനി കുറവാണെങ്കിൽ അത് വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ICMR, അതായത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്, പറയുന്നതെന്തെന്നാൽ ആർത്തവമുള്ള കൗമാരക്കാരായ പെൺകുട്ടികളും സ്ത്രീകളും ദിവസവും 29 മില്ലിഗ്രാം അയൺ കഴിക്കണമെന്നാണ്. ഇപ്പോൾ 29 മില്ലിഗ്രാം അയൺ ലഭിക്കാൻ നിങ്ങൾ ദിവസവും 1 കിലോ ചീര കഴിക്കണം, അല്ലെങ്കിൽ ദിവസവും 3 കിലോ ബീറ്റ്റൂട്ട് കഴിക്കണം, അല്ലെങ്കിൽ ദിവസവും 800 ഗ്രാം വേവിച്ച ചെറുപയർ കഴിക്കണം, അതുമല്ലെങ്കിൽ ദിവസവും 1.4 കിലോ കിനുവ കഴിക്കേണ്ടതായുണ്ട്. അതെ, എനിക്കറിയാം ഇത്രയധികം അളവിൽ ഭക്ഷണം സാധ്യമല്ലെന്ന്. അതിനാൽ ഇത്രയധികം അയൺ ലഭിക്കാൻ മറ്റെന്തെങ്കിലും എളുപ്പവഴികൾ നമ്മുടെ കയ്യിലുണ്ടോ? തീർച്ചയായുമുണ്ട്. അതാണ് പോഷകാഹാര സപ്ലിമെന്റുകൾ. നമ്മുടെ കയ്യിലുള്ള ന്യൂട്രീഷൻ സപ്ലിമെന്റിന്റെ പേരാണ് ന്യൂട്രിചാർജ് വുമൻ. ഇതിൽ എല്ലാ പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട്. അത് ഹീമോഗ്ലോബിൻ ഉണ്ടാക്കുന്നതിനും വർദ്ധിപ്പിക്കുന്നതിനും രണ്ടിനും സഹായിക്കുന്നു. ഏതൊക്കെയാണ് ആ പോഷകങ്ങൾ? അയൺ, ഫോലേറ്റ്, വൈറ്റമിൻ B12, പിന്നെ വൈറ്റമിൻ C. നിങ്ങൾ ദിവസവും ഈ ന്യൂട്രിചാർജ് വുമണിന്റെ ഒരു ടാബ്ലറ്റ് കഴിക്കുന്നതിലൂടെ നിങ്ങളുടെ ഹീമോഗ്ലോബിൻ സാധാരണ നിലയിലാണെങ്കിൽ അത് നിലനിർത്താനും ഒരുപക്ഷേ കുറവാണെങ്കിൽ അത് വർദ്ധിപ്പിക്കാനും സഹായിക്കും. ഇതിൽ നിന്ന് നിങ്ങൾക്ക് 21 മില്ലിഗ്രാം അയൺ ലഭിക്കും. അത് നിങ്ങളുടെ ശരീരത്തിൽ 95% വരെ ആഗിരണം ചെയ്യപ്പെടും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ചില ചെറിയ മാറ്റങ്ങൾ വരുത്തണം. ഈ മാറ്റങ്ങൾ ഹീമോഗ്ലോബിൻ എസ്റ്റിമേഷൻ ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവയൊക്കെ നിങ്ങൾ ഭക്ഷണത്തിൽ കൂടുതലായി ഉൾപ്പെടുത്തണം. അതിനാൽ 8 മുതൽ 9 മില്ലിഗ്രാം വരെ അയൺ ഇതിൽ നിന്ന് ലഭിക്കും. ഒപ്പം 21 മില്ലിഗ്രാം അയൺ നിങ്ങൾക്ക് ഈ ന്യൂട്രിചാർജ് വുമണിൽ നിന്ന് ലഭിക്കും. ഞങ്ങൾ രാജ്യത്തുടനീളം സ്ത്രീകളെ ആരോഗ്യമുള്ളവരാക്കാനും ശുചിത്വത്തിൽ ശ്രദ്ധ ചെലുത്താനും ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. ആ ക്യാമ്പയിനിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ദിവസവും ഈ ചില കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. നിങ്ങളുടെ ശുചിത്വം നിലനിർത്താൻ നിങ്ങൾ ദിവസവും ഈ കീസോളിന്റെ ഇന്റിമേറ്റ് വാഷ് തീർച്ചയായിട്ടും ഉപയോഗിക്കണം. അതിനാൽ നിങ്ങളുടെ വെജൈനയിലെ pH സാധാരണ നിലയിലായിരിക്കും. അതിനാൽ അണുബാധയോ വരൾച്ചയോ നിങ്ങളെ അലട്ടുകയില്ല. അതോടൊപ്പം തന്നെ ആർത്തവ സമയത്ത് നിങ്ങൾ ഈ കോട്ടൺ സാനിറ്ററി പാഡുകൾ ഉപയോഗിക്കേണ്ടതാണ്. അതിനാൽ നിങ്ങൾക്ക് നനവോ ചൊറിച്ചിലോ അനുഭവപ്പെടാതിരിക്കാൻ സഹായിക്കും. ഇതാണ് നിങ്ങളുടെ കംപ്ലീറ്റ് ഹെൽത്ത് ആൻഡ് ഹൈജീൻ പാക്ക്. നിങ്ങൾക്ക് ഈ വീഡിയോ അയച്ചു തന്ന ആളിനോട് തീർച്ചയായും ഈ 2 ബുക്ക്ലെറ്റുകൾ ആവശ്യപ്പെടണം. ഹീമോഗ്ലോബിൻ, ആർത്തവം. അത് വായിക്കുകയും വേണം. ഇത് നിങ്ങളെ വളരെയധികം സഹായിക്കും.
ആർത്തവത്തിന്റെ ഈ മഹാശക്തിയെ നമ്മളൊരു മഹാശക്തിയായി തന്നെ നിലനിർത്തുമെന്നും അതിനെ ഒരു പ്രശ്നമാക്കാൻ അനുവദിക്കില്ലെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ഹെൽത്തും ഹൈജീനും ശ്രദ്ധിക്കുക. ഞങ്ങളുടെ ആശംസകൾ നിങ്ങളോടൊപ്പമുണ്ട്. നന്ദി.